ഹായ് ഗൈസ്, അപ്പോൾ ഇന്നൊരു സ്പെഷ്യൽ കുക്കിംഗ് വ്ളോഗാണ്. സ്പെഷ്യൽ എന്ന് പറയാനൊന്നുമില്ല, സോയ ചങ്ക്സ് വെച്ചിട്ട്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ സോയ ചങ്ക്സിനെ ഒരു പാത്രത്തിൽ വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് നേരം വയ്ക്കുക. അതെനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അങ്ങനെ വെച്ചതിന് ഫസ്റ്റ് നമ്മൾ ഹാർഡായിട്ടായിരിക്കും ഉണ്ടായിരുന്നത്. പിന്നെ ആ വെള്ളത്തിൽ വെച്ച് കുറച്ച് നന്നായിട്ട് വരുമ്പോൾ സോഫ്റ്റായതിനു ശേഷം ചില്ലി പൗഡറും ഉപ്പും മല്ലിപ്പൊടിയൊക്കെ ഇട്ടതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കറിവേപ്പിലയൊക്കെ ഇട്ടതിന് ശേഷം ഒരു പാൻ എടുക്കുക. പാനിൽ കുറച്ച് എണ്ണ വെച്ചതിന് ശേഷം നമ്മൾ സോയ ചങ്ക്സ് അതിലായിട്ട് ഇടുക. ഈ സോയ ചങ്ക്സ് ആണെങ്കിൽ ഈ എണ്ണയൊക്കെ പെട്ടെന്ന് അങ്ങ് അബ്സോർബ് ചെയ്യും, ഇങ്ങനെ കുടിച്ചെടുക്കും. അപ്പോൾ അതാവുമ്പോൾ നമുക്ക് നല്ല വീർത്ത് വരെ നല്ല ജ്യൂസി ആയിട്ടൊക്കെ ഇരിക്കുന്നുണ്ടാവും. എണ്ണയൊക്കെ അതിൽ പോയി കഴിഞ്ഞു. അപ്പോൾ നമുക്കിതൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് കുറച്ചും കൂടി എണ്ണ തീർന്നുകൊണ്ടാണ് കുറച്ചും കൂടി എണ്ണ ഒഴിച്ച് കൊടുത്തത്. കറി ലീവ്സൊക്കെ നമുക്ക് ഇടാം കേട്ടോ, ഇഷ്ടത്തിന്. നന്നായിട്ട് മിക്സ് ചെയ്തിട്ടും നന്നായിട്ട് മിക്സ് ചെയ്യും. അതിനുശേഷം നമുക്ക് കുറച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഉപ്പുണ്ടാകുന്ന നല്ല ഹാർഡാണോ സോഫ്റ്റാണോ എന്ന് വേണ്ടിയാണ് അങ്ങനെ നോക്കുന്നത്. ഓക്കെ, അതിനുശേഷം സവാളാണ്, നമ്മൾ കറിയാണ്. സോയ ചങ്ക്സ് റോസ്റ്റ് അല്ല, ചങ്ക്സ് റോസ്റ്റാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ വയ്ക്കാം, അല്ലാതെ കറിയാണെങ്കിൽ ഇങ്ങനെ വയ്ക്കാം. ഓക്കെ, അതിനുശേഷം നമ്മൾ എൻ്റെ അനിയത്തിക്ക് കുറുക്ക് ഞാനാണ് കൊടുത്തത്. അവൾ ചിരിക്കാൻ വേണ്ടി ചിരിച്ചാണ്. പിന്നെ ഉമ്മ സവാള അരിയുന്ന സമയം കൊണ്ട് ഞാൻ പോയി എൻ്റെ ഹോംവർക്കൊക്കെ ചെയ്തിട്ട് വന്നു. അപ്പോൾ അനങ്ങാതെ ഇരുന്ന് കാർട്ടൂൺ കാണുകയാണ്. മിക്ക വീട്ടിലും ഇങ്ങനെ തന്നെ ആയിരിക്കും കാർട്ടൂൺ കാണൽ. ഈ കാർട്ടൂണിൻ്റെ പേരറിയാവുന്ന കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ സോയ ചങ്ക്സ് ഫ്രൈ ചെയ്ത് നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മൾ സവാള എല്ലാം ഇവിടെ റെഡിയായി സെറ്റായി വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആൻഡ് ജ്യൂസി ആയിട്ടിരിക്കും അതിൻ്റെ അകത്ത്. ഇങ്ങനെ നമുക്ക് കഴിക്കാം, അല്ലാതെ കറിയായിട്ടും വെച്ച് കഴിക്കാം. അതിനുശേഷം നമുക്ക് വെളുത്തുള്ളി ഇഞ്ചിയാണ് നന്നായിട്ട് മിക്സ് ചെയ്യുക. ചതച്ച് പേസ്റ്റാക്കിയിട്ടിട്ട് നന്നായിട്ട് വശക്കി കൊടുക്കുക. അതിന് ഒരു ബ്രൗൺ ഗോൾഡൻ കളറൊക്കെ ആവണം. അതിനുശേഷം നമുക്ക് അതിലോട്ട് സവാള ഇട്ട് കൊടുക്കാം. സവാള ഇട്ടിട്ട് സവാളയും ഒരു ബ്രൗൺ ഗോൾഡൻ ഇതിലൊക്കെ ആയിട്ട് വേണം നമുക്ക് അത് ചേർക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ എന്നും പറയുന്ന ഒരു കാര്യമാണ്, എല്ലാം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാമെന്ന്. ആരും ഇത് ചെയ്യുന്നില്ല, അതൊന്ന് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കഷ്ടപ്പെട്ട് എഡിറ്റ് ചെയ്തെല്ലാം ഇടുന്നതല്ലേ, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോകൂ. ഓക്കെ, അതിനുശേഷം നമ്മൾ എന്ത് സ്പെഷ്യൽ വെച്ചാലും നമ്മൾ ചപ്പാത്തിയാണ് വയ്ക്കാറുള്ളത്, ബറോട്ട അങ്ങനത്തെ ഒന്നും വയ്ക്കാറില്ല. അപ്പോൾ ചപ്പാത്തിയാണ് നമ്മളിന്നും വയ്ക്കുന്നത്. വേറൊരു വീഡിയോയിലും ചപ്പാത്തി തന്നെയാണ് വെച്ചത്. ഓക്കെ, നമ്മൾ സവാള നല്ല ഗോൾഡൻ കളറിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് വെള്ളം വീട്ടി കൊടുക്കാം, എന്നിട്ട് അടച്ചു വയ്ക്കാം. അതിനുശേഷം നമ്മൾ തക്കാളിയും മുളകും നന്നായിട്ട് കട്ട് ചെയ്തിട്ട് അതിലിട്ട് കൊടുക്കാം. അതും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ടൊമാറ്റോ സോസ് ഉള്ളവർക്ക് ടൊമാറ്റോ സോസ് ഇട്ട് കൊടുക്കാം. ടൊമാറ്റോ സോസ് ഇല്ലാത്തവർക്ക് വേണ്ടിയാണ് തക്കാളി ഇടാം. മുളകും ഇട്ട് കൊടുക്കാം. ഓക്കെ, അപ്പോൾ അത് നന്നായിട്ട് മിക്സ് ചെയ്ത് അടച്ച് വെച്ചു. അപ്പോൾ നമ്മൾ ചപ്പാത്തിയുടെ ബോൾസ് ഇവിടെ ഇങ്ങനെ റൗണ്ടായിട്ട് ബോളാക്കിയിട്ടൊക്കെ കൊണ്ടിരിക്കുകയാണ്. ഏതൊരു വീട്ടിലും ഇങ്ങനെ ആയിരിക്കുമല്ലോ, ചപ്പാത്തിയോ പൂരിയോ വെച്ച ഇങ്ങനത്തെ ഒരു മാവെടുത്ത് നമ്മൾ കളിക്കുക. എനിക്ക് പണ്ട് വരെ ഉണ്ടായിരുന്നു കേട്ടോ, ഇപ്പം ഇല്ല. ഇപ്പം എൻ്റെ അനിയത്തിക്കാണ് തുടങ്ങിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ചപ്പാത്തി നന്നായിട്ട് പരത്തിയതിന് ശേഷം നമ്മൾ സോയ ചങ്ക്സൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിലോട്ട് കുറച്ച് ചില്ലി പൗഡറും ഉപ്പും മല്ലിപ്പൊടിയൊക്കെ ഇട്ട് നന്നായിട്ട് വശിക്കുക. ഉള്ളിക്കറി ഇങ്ങനെ വയ്ക്കണം. അങ്ങനെ കുറച്ച് വെള്ളം കുറച്ചൊഴിച്ച് വെച്ചാൽ മതി. അങ്ങനെ നമ്മൾ സോയ ചങ്ക്സ് ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. സോയ ചങ്ക്സും നമ്മൾ സവാളയും തക്കാളി എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കലങ്ങി വരുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇതിൽ എണ്ണയാണ് കൂടുതലുള്ളത്, അതുകൊണ്ട് നമുക്ക് ജ്യൂസി ആയിട്ട് കിട്ടും. കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് കൊടുക്കാം കേട്ടോ, കുറച്ച് ഒഴിക്കാവുള്ളൂ. അങ്ങനെ കൂടുതൽ ഒഴിച്ചാൽ നമുക്ക് ടേസ്റ്റ് കാണത്തില്ല. പിന്നെ നമ്മൾ ചപ്പാത്തി ഇവിടെ റെഡിയായി. അപ്പോൾ നമ്മൾ എല്ലാ സാധനങ്ങളും ഇവിടെ റെഡിയായിട്ട് കഴിക്കാൻ പോവാണ്. ചപ്പാത്തിയും സോയ ചങ്ക്സ് കറിയും
നമ്മൾ ചങ്കുകളെ കൂട്ടി അടിക്കാൻ പോവാണ്. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.